ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി കാണും ഗൈസ്. രേണുസുതി വീട് വിട്ടിറങ്ങാൻ പോകുന്നു. റോഹനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഇതപ്പോൾ കണ്ടു വെച്ചതേ ഉള്ളൂ. റോഹൻ രേണുസുതിനെ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ അതിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി ഉണ്ടല്ലോ, ആ വീട് ചോരുന്നു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ. അപ്പോൾ അതിൽ രേണുസുതി പറയാണ്, വീട് പൂട്ടിയിട്ട് അവിടുന്ന് ഇറങ്ങണതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആൾക്കാർക്ക് രേണുസുതിയുടെ ചേച്ചിയും ഒക്കെ അവിടെ വീട്ടിൽ നിൽക്കണം എന്നാണല്ലോ ആളുകളുടെ വിഷയം. അവരവിടെ കാണുന്നതാണ് ആളുകളുടെ വിഷയം. രേണുസുതിയുടെ ചേച്ചിയും ഭർത്താവൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നതാണ് രേണുസുതി മുമ്പ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാണ് ഇടയ്ക്ക് അവിടെ വന്ന് നിൽക്കുന്നതാണ് ആളുകളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്, അവിടുന്ന് ഇറങ്ങുകയാണെന്ന്. അതിന് താഴെ നിന്നുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കമൻറ്റുകളുടെ മുമ്പ് പറയേണ്ട ഒരു കാര്യം, രേണുസുതിയുടെ അച്ഛനുമായിട്ടാണ് അവിടെ മൂപ്പർക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. ആർക്ക്? ഫിറോസിന് ആ വീട് വെച്ചു കൊടുത്ത ആളുണ്ടല്ലോ. ഇപ്പോൾ 24കാർ വീട് വെച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് KHDCക്കാർ വന്നത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതിൽ കുറച്ച് സംഗതികൾ നമുക്ക് നോക്കാം കേട്ടോ. ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങൾ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം. അല്ലേ, ആ വീട് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുക്കേണ്ടത് പറയുമ്പോൾ ആർക്കാ കൊടുക്കേണ്ടത്? ഫിറോസിന് ബിഷപ്പിനാണോ കൊടുക്കേണ്ടത്? ഇല്ലല്ലോ. അവർ വീടുണ്ടായി കൊടുത്തെങ്കിൽ പിന്നെ ഇപ്പം അതിലൊരു ഓണർഷിപ്പും ഇല്ലല്ലോ ഇവർക്ക്. ഇവരെന്തോ മറ്റേ സർട്ടിഫിക്കറ്റ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇത് കൊടുത്തിട്ടില്ല എന്ന്, എനിക്കതിൻ്റെ ടെക്നിക്കൽ ഇതറിയില്ല, കൊടുത്തിട്ടില്ല എന്ന് രേണുസുതിയോട് പറയുന്നുണ്ട്. വീട് നമ്പർ അടിച്ചിട്ടില്ല എന്നോ റേഷൻ കാർഡിൽ എന്തോ ഒക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവിടുത്തെ പറഞ്ഞു, ആ വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ താക്കോൽ ആരുടെ കയ്യിൽ കൊടുക്കുക? കിച്ചും ഋതപ്പനാണല്ലോ അതിൻ്റെ ഓണേഴ്സ്, അവരുടെ പേരിലാണോ ഡോക്യുമെൻറ്റ്സ് എഴുതിയിട്ടുള്ളത് അല്ലേ? അവരുടെ പേരിലാണ്. അപ്പോൾ കിച്ചുവിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടി വരും അല്ലേ? അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ പൂട്ടിയിട്ട് രേണുസുതി ഋതപ്പൻ ആ 2 ഓണേഴ്സിൽ ഒരാളാണല്ലോ, കിച്ചും ഋതപ്പനാണല്ലോ. അപ്പോൾ ഋതപ്പൻ്റെ കൈ കൊടുത്ത് ഋതപ്പൻ എന്ത് ചെയ്യാനത്? അത് കിച്ചുവിൻ്റെ കൈ കൊടുക്കുക എന്നാൽ അവൻ മുതിർന്ന ആളാണല്ലോ അല്ലേ. അപ്പോൾ അവൻ്റെ കൈ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാരെ തെറിവിളി കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവർ വാടക വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടീനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ രേണുസുതി അഭിനയിക്കാൻ പോകണ്ടായിരിക്കുക? ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കണം, പ്രാക്ടിക്കലായ വശങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഋതുപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടോ? 5 വയസ്സായി എന്നല്ലേ പറഞ്ഞാൽ, അത് അടുത്ത കൊല്ലമാണോ സ്കൂളിൽ ചേർക്കണത്? സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ കുട്ടീനെ താങ്ങി പിടിച്ചിട്ടാണോ പോവുക? സ്കൂളിൽ പോകണമെണ്ടെങ്കിലും കുട്ടി സ്കൂളിട്ടൊരു വീട്ടിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചേക്ക്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഇവർ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ അവർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആര്? ചേച്ചിയും ഭർത്താവും അവിടെ താമസിക്കുമോ? എത്ര കാലം എന്ന് വെച്ചാൽ അങ്ങനെ താമസിക്കൂലേ? അറിയില്ല, നമ്മളൊക്കെ കണ്ടറിയണം എന്താ സംഭവം എന്നാവോ. വീടല്ലല്ലോ. ക്ലോക്ക് വീണു, തകർന്നു. ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. മുന്നോട്ട് കാണുമ്പോൾ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോഴേ കിടന്ന് ഇപ്പോഴും ഞാൻ കള്ളിയാവും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുതി കള്ളിയാവും. ശരിക്കും അങ്ങനെ വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്? ഒരു മുട്ടായി കിട്ടിയാൽ വരെ നന്ദി പറയുന്ന രേണുസുതി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോടൊരു കറപ്പിട്ടിരിക്കാതെ? ഞാൻ എന്നും നന്ദിയുള്ളതായിട്ട് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു അപ്പാടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ? ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, വീട് തച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു, വീട് ഇടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അത് ആരാ പറഞ്ഞു വെച്ചപ്പോൾ ഈ ഫിറോസ് ആരോട് പറഞ്ഞു എന്ന് പറയുന്നത്? ഫിറോസ് വേറൊരാളോട് പറഞ്ഞു എന്ന് പറയുന്ന ആളല്ലേ. ആള് രേണുസുതിയുടെ അച്ഛനോട് പറഞ്ഞു എന്ന് വെച്ചാൽ ഫിറോസ് വേറൊരാളോട് പറയുന്നു വീട് തച്ച് പൊളിക്കുക അല്ലെങ്കിൽ ഇടിച്ചു പൊളിക്കുന്നു. ഇയാൾ രേണുസുതിയുടെ അച്ഛനോട് പറയുന്നു, രേണുസുതിയുടെ അച്ഛൻ രേണുവിനോട് പറയുന്നു. എന്താപ്പോൾ ഇത് എനിക്ക് തോന്നണതേ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം, അറിയില്ല കേട്ടോ. സത്യം എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ലല്ലോ.
ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കും, ചിലപ്പോൾ കേട്ടതിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മൾ ചെറുപ്പത്തിലെ കളി കളിച്ചിട്ടില്ലേ, ഇവിടുന്ന് ആന എന്നല്ല ഒരു സംഗതി ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ 2-3 ചെവികളിലെത്തിയിട്ട് ഏറ്റവും അവസാനം നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്ക് ആ സാധനം ചിലപ്പോൾ വേറെ എന്തെങ്കിലുമായി പോയിട്ടുണ്ടാവും. അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഒരാളുടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ അയാളത് കുറച്ച് പൊടിപ്പും നൊങ്ങലും വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കാം, സാധ്യത ഉണ്ട്, അറിയില്ല. ഇവിടെ രേണുസുതി പറയുന്നത് രേണുസുതി അല്ല വിളിച്ചിട്ടുള്ളത് ഫിറോസിനെ, രേണുസുതിയുടെ അച്ഛനാണെന്നാണ്. എനിക്ക് തോന്നുന്നത് ഇവർ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ 1-2 പറഞ്ഞിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ഒരാൾ പറഞ്ഞത് മറ്റൾക്ക് പിടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ആവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടായിരിക്കുക. കാരണം ഒരാൾ ബിസിനസ്മാനാണ്, വേറെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിരിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടുപേരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമായിരിക്കാം, അറിയില്ല. ഇത് രേണുസുതി ഇതെപ്പോഴാണ് അറിയണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? കൂട്ട് തുടങ്ങുന്ന നാടകത്തിനകത്ത് ഇങ്ങനെ സജീവമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. ഇന്നലെ പോലെ വീട്ടിൽ ചെന്നിട്ട് ഇന്നത് രാവിലെ വന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല. ഫാൻ വീണ കാര്യം എനിക്കറിയാം, ഇവിടെ ഇങ്ങനെ പപ്പട മുറിഞ്ഞായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പപ്പ പിന്നീട് പറയും. അതുപോലെ തന്നെ വാഷ് ബേസിൻ വീണപ്പോ ഞാനുണ്ടായിരുന്നു. വാഷ് ബേസിൻ താഴോട്ട് വീണപ്പോ കുഞ്ഞുങ്ങളെ കളിക്കുമായിരുന്നു, പടക്കോന്ന് താഴെ വീണ്. അപ്പൊ ഞാൻ ഓടിച്ചാണ് വാഷ് ബേസിൻ ഇങ്ങനെ കമന്ന് കിടക്കാം. പിള്ളേർ എന്തായാലും അതിന്റെ അടിപ്പെട്ടില്ല, വലിയ വാഷ് ബേസിന് തീർന്നതിന് പിള്ളേർ അതിന്റെ അടിപ്പെട്ടിരുന്നെങ്കിൽ. പിന്നെ അത് ആരെയോ ചെയ്ത് പണിക്കാരെ കൊണ്ട് വെപ്പിച്ചു. എന്ന് പറയുന്നത് അവരൊരു ബിൽഡേഴ്സ് ആണ് ആക്ച്വലി അല്ലെ. അപ്പൊ അവർ ബിൽഡേഴ്സ് ഗ്രൂപ്പാണ് ഫിറോസ്കയുടെ. അതൊരു ഫേസ്ബുക്ക് ടൈമിലൂടെ കുറെ അധികം പേര് സഹായിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5ഓളം വീടുകൾ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ വീടാണ് രേണുസുതി എനിക്ക് അറിയാൻ പറ്റിയത് തന്നിട്ടുള്ള വീടുകൾ. ഇപ്പൊ ഫിറോസ്ഖാന പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്പാരിറ്റീവ്ലി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 7 to 10 lakhs ആണ് ഞാൻ അതിന്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വന്നിരുന്നെങ്കിൽ അവർ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രൊജക്ട് ആയിരുന്നു. മുന്നോട്ട് കാണുമ്പോ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോഴേ കിടന്ന് ഇപ്പോഴും ഞാൻ കള്ളിയാവും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുതി കള്ളിയാവും. രേണുസുതിയുടെ കള്ളങ്ങൾ ഇവിടെ ഇതിൽ പറയുന്ന ഒരു കാര്യം രേണുസുതി, അതായത് വെള്ളം ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അതായത് മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞ്, അല്ലാണ്ട് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ടൊന്നും സംസാരിക്കലില്ല. അത് രേണുസുതിനെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ അവർക്കറിയാം കാര്യങ്ങൾ, ഏത് രീതിയിലുള്ള ആളാണ് രേണുസുതി എന്നുള്ളത്. അപ്പോൾ മീഡിയക്കാർ ഇത്രയും പേര് അവിടെ ഉണ്ടായിരുന്നു. അവരെന്നെ അതിലൊരാൾ എന്നോട് ചോദിച്ചു ചോരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ആ ചോരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഗ്ലാസിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു അത് വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെള്ളം വരണത്, അങ്ങനെയാണ് പറഞ്ഞത് മഴ പെയ്യുമ്പോൾ, അല്ലാണ്ട് വേറെ ചോർച്ചയൊന്നുമില്ല. പിന്നെ അത് ബീമിൻ്റെ അവിടെ വെള്ളം വരുന്നുണ്ട് പറഞ്ഞു. അത് നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറഞ്ഞു. ഇപ്പോൾ വന്ന് ഇനി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വഷളാക്കണേക്കെ നല്ലത് എന്ത് ചെയ്താൽ മതി. നല്ല മഴ പെയ്യണ സമയത്ത് പിന്നെ ആരെങ്കിലും മീഡിയക്കാരെയൊക്കെ വിളിച്ചോണ്ടേ ഇതാണ് അവസ്ഥ എന്ന് പറയുക. അതിപ്പോൾ ഒരാളെതിരെ അധിക്ഷേപം ആരോപണം അങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വർത്തമാനം ഉണ്ടായ സ്ഥിതിക്ക് എന്നാൽ പിന്നെ സത്യാവസ്ഥ എല്ലാവരും അറിയട്ടെ അല്ലേ സംഗതി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയിൽ ആളുകൾ എന്നിട്ട് 1-2 പറഞ്ഞുകൊണ്ടോ നോക്കണം എന്നെക്കുറിച്ച് മറ്റങ്ങനെ പറയണം, അല്ല മറ്റുകൾ ഇങ്ങനെ പറയണ്, അല്ലെങ്കിൽ സാറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ചേച്ചീനെ കുറിച്ച് അവർ അങ്ങനെ പറയുന്നു, ബിഷപ്പിനെ കുറിച്ച് അങ്ങനെ പറയുന്നു ബിഷപ്പേ എന്ന് ആരെങ്കിലും പറയുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും ഇവർ ഒരു പക്ഷേ ഇത് ഇത്രയും സീരിയസ് ആയത് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ആയിരിക്കാം അല്ലേ, കാരണം ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഗതിയല്ലേ, ഇതൊരു ബിസിനസ് മേഖലയും കൂടിയാണ്. പിന്നെ അതേപോലെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെ ജീവിക്കണവരാണ്. രേണുസുതി ഇത്രയും വിവാദങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ പള്ളിയിലച്ഛൻ്റെ 2 ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പള്ളിയിലച്ഛൻ എയറിലാണ് തോന്നുന്നു. ഇപ്പോൾ ബിഷപ്പിലെ 2 രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ, വൈകാരികമായ രീതിയിൽ വേറൊരു രീതിയിൽ സംസാരിക്കുന്നു. ഇപ്പോൾ പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിൽ വേറൊരു രീതിയിലും പറയുന്നു. ഇതെന്താണ് സംഗതി? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും കൂടി രേണുസുതിനെ ഒരു സൈബർ ബുള്ളി ചെയ്യുന്ന സമൂഹത്തിലേക്ക് കൂടുതൽ എറിഞ്ഞു കൊടുക്കുകയാണ് തോന്നുന്നു, കടിച്ചു കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ചില കാര്യങ്ങൾ ചില വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം അല്ലേ. നമ്മളങ്ങനെ ഒരുപാട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള മൊത്തം വിളിച്ചു പറയണമെങ്കിൽ വലിയ വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിക്കുക. ഇവിടെ നോക്കി ചോർച്ച എന്നുള്ളൊരു വാക്കിൽ അവിടെ വിഷയം ഉണ്ടായിരുന്നു. ചോർച്ച എന്നുള്ളൊരു വാക്കിൽ ലീക്കേജ്, ഇവിടെ ഇംഗ്ലീഷിൽ ലീക്കേജ് സംഗതി പറയും. ലീക്കേജ് എന്നുള്ളത് ഇവിടെ ചോർച്ച എന്നുള്ള രീതിയിൽ അല്ല.
ലീക്കേജ് സംഭവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ പൊളിഞ്ഞ ഭാഗത്ത് കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നതന്നെ ലീക്കേജ് എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നത് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് ചോർച്ച എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ലീക്കേജ് അല്ല, ആ ഒരു ചോർച്ചയല്ല ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് രേണുസുതിയും പറയണത്, അതേപോലെ ബിഷപ്പും പറയുന്നത്, ഫിറോസും പറയുന്നത്. അത് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതായത് അവിടെ ചോർച്ചയല്ല സംഭവിക്കുന്നത്, ആ ഡിസൈനിലുള്ള ഒരു കാര്യമാണ്. ആ ഡിസൈനിൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത്, കാറ്റൊക്കെ വീശുന്ന സമയത്ത് വെള്ളം ആ ഡിസൈൻ ഉള്ളിൽ കൂടെ ഗ്ലാസിൻ്റെ അത് തന്നെ ഉള്ളിലേക്ക് വീഴുന്നു എന്ന സംഗതി. അതായത് വെള്ളം ഉള്ളിലേക്ക് വീഴുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ രേണുസുതി അതാണ് ഉദ്ദേശിച്ചത്, അതാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ആ വാക്ക് ചോർച്ച എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് പ്രശ്നം. പക്ഷെ ഉള്ളിലേക്ക് വെള്ളം വീഴുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് രേണുസുതി കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ചെയ്താൽ പോരെ? 2,500 3,000 ഉറുപ്പിയുടെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ സംഗതിയാണ്. അത് പിന്നെ അത് അവർ കയ്യിൽ നിന്ന് എടുക്കണോ അതോ ആരെങ്കിലും സ്പോൺസർ വന്നിട്ടുണ്ടെങ്കിൽ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് അത് വേറെ പ്രശ്നം. എനിക്കാവുന്ന ഒരു പക്ഷേ ആ ചോറിനുണ്ട് വെള്ളം വീടുണ്ട് പറഞ്ഞപ്പോൾ അതെങ്ങനെ ചോറിനെന്ന് പുറത്ത് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? അല്ല നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്പോൺസേഴ്സിനെ കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തോടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അല്ലേ അച്ഛൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറയാൻ പറ്റൂല, ആളൊരു തനി നാടൻ വജ്ജരായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. ഞാൻ മോശമായിട്ട് പറയണതല്ല കേട്ടോ. അതായത് നിങ്ങൾ അങ്ങനെ ചെയ്താണെങ്കിൽ ഇപ്പുറത്ത് 24 വീട് എടുക്കാതെ പറഞ്ഞല്ലേ, അത്രയും വലിയ അവസ്ഥയിൽ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ വീട് വരെ അത് പറഞ്ഞുകൊണ്ടാക്കി, അല്ലെങ്കിൽ 24 തന്നിരുന്നു എന്നൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പുറത്ത് ഈവോ കയറിയ തിരിഞ്ഞില്ലേ KSDC-കാരില്ലേ. ഇത്ര ആലോചിക്കുക, 2 സ്പോൺസേഴ്സ് ഒരേ വീട് വെക്കാൻ വേണ്ടി വരിക, വീട് വെക്കാൻ വേണ്ടിയിട്ട് 2 സ്പോൺസേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കിട്ടുന്ന ആൾക്കാർ ഇവരില്ലെങ്കിൽ അവർ ചെയ്തു തരുന്നുള്ളൊരു തോന്നൽ ഒരു പക്ഷേ വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവരോട് പറഞ്ഞത് എങ്ങനെ സംഭവം ഉണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് കുട്ടികളിപ്പോൾ പറഞ്ഞില്ലേ വാഷ് ബേസിൻ്റെ അവിടെ വീണു എന്നോ ഫാന് വീണു നെഞ്ഞെത്തിക്കുന്നൊക്കെ. ഈ ഫാനൊക്കെ നെഞ്ഞെത്തി വിട്ടുള്ള എല്ലാ അവസ്ഥ വെച്ചൊക്കെ മണ്ടയ്ക്ക് അവിടെ ചിലപ്പോൾ ബോധവരെ പോയിട്ടുണ്ടാവും, ജീവൻ പോയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ. അപ്പോൾ ആൾ ചിലപ്പോൾ ആ ദേഷ്യത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇവരെ പറ്റൂല എന്നൊക്കെ പറഞ്ഞ സംഭവം മാറിയിട്ടുണ്ടാവും. അത് ഇങ്ങനെ നിങ്ങൾ തനി നാടൻ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയത്. ഒരാളിങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഫാനിട്ട് വീഴാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അപ്പോഴത്തെ ഇസ്രായേൽ വിളിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഗ്ലാസ് സീരിയസാലിച്ചേക്ക് അല്ലേ, ഫാന് ബാത്തിക്കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മര്യാദ ഇല്ലാണ്ട് സംസാരിച്ചിട്ടുണ്ടാവുക. എന്ത് തേങ്ങ ഇത് ഫാന് വീട് നിങ്ങളിത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ വോയിസ് റെക്കോർഡ് പുറത്തുനിന്ന് നമുക്ക് സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ അറിയണ്ടായിരിക്കും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നത് മറ്റാൾ പറഞ്ഞതെന്നൊന്നും പറഞ്ഞിട്ടത് കാര്യം ഉണ്ടാവില്ല. ഇടിച്ചു പൊളിച്ചു പറഞ്ഞതൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആളെ നേരിട്ട് കാണുന്നില്ല, പലതും ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂസ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾ മൊത്തത്തിൽ പൊതുവെ എടുക്കും ഒരാളോട് സംസാരിക്കുമ്പോൾ റേഞ്ച് ഇഷ്യൂ ഇതൊക്കെ. അതേപോലെ നമുക്കത് അറിയില്ല ഏത് ടോണിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ സംസാരിക്കണമെന്നൊന്നും. എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നൊന്നും അറിയില്ല അല്ലേ. നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആളുടെ എക്സ്പ്രഷനും ടോണും വൈബ് ഇതൊക്കെ ബ്രീത്തിങ്ങും ഒക്കെ പെട്ടെന്ന് അറിയാൻ സാധിക്കും, സെൻസ് ചെയ്യാൻ സാധിക്കും, കണ്ണിൽ നോക്കി സംസാരിക്കുകയൊക്കെ. ഫോണിൽ സംസാരിക്കുമ്പോൾ വോയിസ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ വേറെ പുറത്തെ ആൾക്കാർ സംസാരിക്കേണ്ട ഇടയിലൊക്കെ ആയിരിക്കും ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയണ ഉദ്ദേശിക്കുന്ന സാധനത്തിന് വേറൊരു രീതിയിലൊക്കെ ഇട്ടാവും ചിലപ്പോൾ ഇപ്പുറത്ത് പറയുന്നുണ്ടായിരിക്കും അല്ലേ, അറിയില്ല എന്താ അവിടെ സംഭവിച്ചത്. ഫാന് മേത്തേക്ക് വീണപ്പോൾ ആൾ ഞെട്ടിയിട്ടുണ്ടാവും, ഇതിൽ ദേഷ്യത്തിലേക്ക് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതേപോലെ കുട്ടികളവിടെ കളിക്കുമ്പോൾ വീണു, വാഷ് ബേസിൻ്റെ അവിടെ വാഷ് ബേസ് ഇടിഞ്ഞു എന്നോ വാഷ് ബേസിൻ്റെ അവിടെ വീണു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ചിലപ്പോൾ ഈ ദേഷ്യം വെച്ചിട്ട് ജാവകളിപ്പോൾ തരില്ല, പിന്നെ തരുള്ളൂ, സൗകര്യമുള്ളപ്പോഴേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞില്ല. എല്ലാവരും അങ്ങനെ പറഞ്ഞു എന്നല്ല കേട്ടോ, പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറേ തെളിവുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും വഴി. എന്തായാലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും രേണുസുതി വീട് പൂട്ടിയിട്ട് പുറത്തിറങ്ങാൻ പോകല്ലേ, എന്നാൽ പിന്നെ ഈ കുറേ വിവാദങ്ങൾ ചീത്തപ്പേരുകൾ മാറിക്കിട്ടുണ്ടാവും. ഇതൊന്നും എനിക്ക് നിങ്ങളെത്ത് ഉപദേശിക്കേണ്ടി വരും. സൗജന്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ ദയവ് ഇത് വാങ്ങാണ്ടിരിക്കുക. ഇനി അഥവാ വാങ്ങുകയാണെങ്കിലും ശ്രദ്ധിക്കുക, അവർക്കെതിരെ ഒന്നും പറയാണ്ടിരിക്കുക എന്നതാണ് അവിടുത്തെ ഒരു സംഗതി. അവർക്കെതിരെ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ രേണുസുതി. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടോ വെച്ചപ്പോൾ ആ വിഷയം ഉണ്ട് പറഞ്ഞു, അതല്ലേ. പക്ഷെ അങ്ങനെയും പറയാൻ പാടില്ല എന്നാണോ? ഓക്കെ അല്ലേ. നമ്മളെന്നും സഹായിക്കാൻ ആരുമില്ല. നമുക്കെന്ത് മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ ചെയ്യല്ലേ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? ഒരു 1.5 ലക്ഷം ഉറുപ്പിക കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം ഉറുപ്പിക ഇട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ചില മാസങ്ങളൊക്കെ നമുക്ക് ചിലവ് കഴിക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, ദാരിദ്ര്യ കഷ്ടപ്പാട്. അരിക്കൊക്കെ എന്താ വില അല്ലേ, പച്ചക്കറിക്കൊക്കെ എന്താ വില. അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ EMI വരുമ്പോൾ
വേറെയും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ, ചില ഡേറ്റിക്കൊക്കെ പൈസ ഇല്ല, മഴ ആണെങ്കിൽ എങ്ങനെ സൂന്തിയൊന്നും അനുഭവിക്കണത് ഒന്നുമല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ സഹായിക്കാതെ ആരുമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ തമാശക്ക് പറയണ്ടേ, അത് തന്നുണ്ടെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് വരുമോ എന്നൊക്കെ തമാശക്കൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അവർ പറയുമോ ഓളായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കണ മൈക്ക് എനിക്കൊരു ഫ്രണ്ട് വാങ്ങി തന്നതാ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും 5000 എത്ര ഉണ്ട് കണ്ടില്ല, എനിക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. അതേപോലെ ആരെന്ത് കണ്ടൻറ്റ് ഇടുന്ന ഇപ്പോഴേക്ക് സംശയമുണ്ട്. അതേപോലെ എനിക്ക് നെഗറ്റീവായിട്ട് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇതിന് ബാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന സാധനം എന്താ വെച്ചാൽ, എനിക്ക് വലിയ ധൈര്യമില്ല, പിന്നെ കയ്യിൽ കാശുമില്ല, പിന്നെ ചില സമയത്ത് ഞാനൊരു റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാവുന്ന കുറച്ച് കോൺഫ്ലിക്റ്റുകളില്ല, എനിക്കത് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ ഒരു പേടി, ടെൻഷൻ, ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ ഞാൻ ക്രാഫ്റ്റ് സ്റ്റോറിൻ്റെ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ മഴ ഇതൊക്കെ പലപ്പം കാര്യങ്ങൾ നടക്കണില്ല, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാശില്ലാത്ത അവസ്ഥ, ഇതെല്ലാം കൂടി നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ഇതൊക്കെ ഭീകരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ത് പോയിന്റ് നമ്മൾ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആവണതിന് മുമ്പ്, അതായത് $100 ആയാലും നമുക്ക് യൂട്യൂബ് ചാനലിന് പൈസ കിട്ടുള്ളൂ. അപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ, അപ്പോൾ ഇത് എൻ്റെ എത്ര $82 എന്താണ് ഇപ്പോൾ ആയി കിടക്കുന്നത്. അത് വളരെ പതുക്കെ ഇതിൽ പൈസ കയറുള്ളൂ. എന്നൊക്കെയാണ് $100 ഒരു ഇതുമില്ല. അതുമില്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടത് ഒരു $100 ആവുന്നുള്ള ലെവലിൽ അല്ല, അത് നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ഇല്ല, അത് നമുക്ക് വലിയ സന്തോഷം. ഇപ്പം ആദ്യത്തെ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ, 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ, 4000 വാച്ച് അവർ ആകുമ്പോൾ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വലുതാണ്. പിന്നെ ഇത് നമ്മൾ തിയറി പറയണ പോലെ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെടുക്കും. ഇപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വെച്ചിട്ടാ ഓർത്ത് നോക്കുമ്പോൾ പേടിയാവും. പുറത്താണ് നല്ല മഴ, ഫോൺ റീചാർജ് ചെയ്യാൻ വരെ പൈസ ഉണ്ടാവില്ല, പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അക്കൗണ്ട് മൈനസ്, ക്രെഡിറ്റ് കാർഡ് വഴി അക്കൗണ്ട് മൈനസ്. അപ്പോൾ ഈ അക്കൗണ്ടായിട്ടാണ് യൂട്യൂബ് ചാനലിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ $100 ആയിട്ടും കാര്യമില്ല, ഇത് ഈ അക്കൗണ്ടിൽ നിന്ന് മാറ്റമായിക്ക് വേറെ അക്കൗണ്ട് എടുക്കേണ്ടി വരും. ഇത് മൈനസാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഫൈനിൻ്റെ ഫൈന്, തേങ്ങ അതൊന്നും ആ ടൈമിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് നടക്കില്ല. ഇനിയിപ്പോൾ കർക്കിടക മാസം ആകാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ ഇതല്ല, ഇതൊക്കെ സാധാരണക്കാരെ പലരും ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ട്രാപ്പ്ഡായി എന്ന് തോന്നും, അത്രയും ട്രാപ്പ്ഡായിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തരണത്, ഒരാൾ ഫ്രീ ആയിട്ട് എന്തെങ്കിലും തരുമ്പോഴേ ആലോചിക്കുക, ഇങ്ങനെയൊക്കെ പണികൾ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കണ്ടിട്ടൊക്കെ പ്രതികരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരണത്, എന്നെ ആ സമയത്ത് എനിക്ക് ഒരുത്തിക്ക് ബൈക്ക് വാങ്ങി തന്ന $3000 ബൈക്ക്, ഭയങ്കര സന്തോഷം. അപ്പോൾ അതിലേക്ക് നമുക്ക് അറിയാവുന്ന ആളുകളുടേത് മാത്രമാകും. ഈ അറിയാത്ത ആളുകൾ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ അവർ നമ്മളെ പല രീതി, അവർക്ക് ഒരു ക്രെഡിറ്റ് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഇവിടുത്തെ അവസ്ഥയല്ല പറഞ്ഞ് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ ഇത് വേറൊരു മാർക്കറ്റിങ്ങിൻ്റെയും ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു കാര്യം കൂടിയായിരിക്കും പലർക്കും. അപ്പം നമ്മളിതൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, എന്താണ് പറഞ്ഞത്, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് എന്നെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന്, എൻ്റെ മാത്രമല്ല എല്ലാവരെയും വീഡിയോസൊക്കെ ഒന്ന് കാണുക, മോട്ടിവേറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ തെറി കമൻറ്റുകളൊക്കെ ചെയ്യുമ്പോഴേ അത് കാര്യം ആലോചിക്കുക, ഇത് വായിക്കുന്ന ആളുകൾ എത്ര ബാധിക്കുന്ന അറിയും. ഞാൻ പറയും, ഈ തെറി കമൻറ്റ് ഈ ഇടുന്ന ആളുകൾ അവരെല്ലാം തികഞ്ഞ ആളുകളാണോ? ഞാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കണം. നിങ്ങളൊരാളത്ത് അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവണില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നാവും ഒരു പക്ഷേ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മോശം എന്നല്ല ഞാൻ പറഞ്ഞു തരണത്. ഇപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവ സമ്പത്ത് കുറവായിരിക്കണം, അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരണോണ്ടായിരിക്കും. ഇങ്ങനെ പലതും സംഭവിക്കാം അല്ലേ, പലതും സംഭവിക്കാം. അപ്പോൾ ഇവിടെ സംഭവം എന്താ വെച്ചാൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാവുന്നില്ല, നിങ്ങൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല, അതെന്താണെന്ന് അറിയാനുള്ള ശ്രമം നടത്തുക. അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മുൻവിധികൾ ധാരണകളൊക്കെ വെച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക. അത് എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കാം. ഇതിങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചിലത് പറയുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ പറഞ്ഞതൊക്കെ വെറുതെ ഒന്നല്ല, ആ പറഞ്ഞതിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ മാറാം അല്ലേ, അങ്ങനെയൊക്കെ കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഈ പറയണത് മാത്രമല്ല, അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നോക്കിയിട്ടാവും ചിലപ്പോൾ ഞാൻ പറയണതിന് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അല്ല, ഞാൻ പറഞ്ഞ പോയിൻറ്റിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾ എന്താ വെച്ചാൽ ക്ഷമയോടുകൂടി ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. അല്ലാത്തവർക്ക് എന്താ വെച്ചാൽ ഭയങ്കര ചന്തത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിക്കുക, ടോണ് കറക്റ്റാക്കുക, അല്ലെങ്കിൽ എന്താ എക്സ്പ്രഷൻ കറക്റ്റാക്കുക, അപ്പിയറൻസ് കറക്റ്റാക്കുക, ഡ്രസ്സിങ് കറക്റ്റാക്കുക, അങ്ങനെയൊക്കെ. ഞാൻ ഇതിലൊന്നും അങ്ങനെ വിചാരിക്കില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും. അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരണത് എന്താണ്,
ഇവിടെ രേണുസുധീരിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വേറെ എവിടെ എത്തിയില്ലേ. അപ്പോൾ രേണുസുധീരെ കാര്യത്തിൽ ഒരാളുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ കുറേ വിഷയത്തെ കൂടുതൽ ഇങ്ങനെ നാട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ ആ വീടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. എനിക്കത് തോന്നുന്നത് കേട്ടോ ഗേസ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. അവിടെ നിൽക്കുന്തോറും ഈ നെഗറ്റീവായിട്ട് ഈ സംഗതി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വീട് പൂട്ടുക, കിച്ചുവിൻ്റെ കയ്യിൽ കൊടുക്കുക താക്കോല്. കിച്ചു എന്തോ ചെയ്തോട്ടെ അത്. കിച്ചുവിനെ അവിടെ നിന്ന് താമസിക്കാമല്ലോ. അല്ല കിച്ചുവിനെ അവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് വന്ന് നിൽക്കുകയും അവൻ്റെ ഫ്രണ്ട്സിന് വരികയും എന്താ ചെയ്യാമല്ലോ. രേണുസുതി ഋതപ്പനെ കൊണ്ട് അവിടെ നിന്ന് മാറുക. ഇനിയിപ്പോൾ ഋതപ്പൻ്റെ വീടാണ്, ഋതപ്പനെ അവിടെ നിന്ന് അകറ്റണമെന്നാണെങ്കിൽ ഇടയ്ക്ക് ഋതപ്പനെ അവിടെ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഋതപ്പനെ കൊണ്ട് അവിടെ വരിക. അപ്പോഴും പറയില്ല ഇടയ്ക്ക് രേണുസുതി അവിടെ വന്നിട്ട് ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അങ്ങനെയും പറയുന്ന ആളുകളുണ്ടാവും. പിന്നെ ഇപ്പം എന്താ ചെയ്യുക. അപ്പോൾ ആളുകളുടെ ഇത് നിങ്ങൾ കാണിച്ചു ഇതിനൊരു പരിഹാരമായിട്ട് ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നായിരിക്കും അല്ലേ. ഓക്കെ, ആയിക്കോട്ടെ. പലർക്കും പ്രശ്നങ്ങൾ വഷളാക്കുക എന്നുള്ളതാണ്. അവൻ്റെ ജാട കണ്ടോ, അവളുടെ സ്വഭാവം ശരിയില്ല, അങ്ങനെ ശരി. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? അവളുടെ അഭിനയം ശരിയില്ലാത്തതുകൊണ്ട് അഭിനയം നിർത്തണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ അഭിനയം ശരിയല്ല എന്നുള്ളതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കണത്? എന്താ ചെയ്യുക. എനിക്കിതിൻ്റെ വേറെ കാര്യമുണ്ട്. രേണുസുതി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കുറച്ച് എന്തെങ്കിലും അവരെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ചെയ്യേണ്ട. അവർ ഈ സോഷ്യൽ സർവീസിലൊക്കെ പറ്റണ പോലെയൊക്കെ ഇറങ്ങിയിട്ടേ ഒന്നും വേണ്ട. ഒരു എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഒരു കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തോന്നുന്നത് അങ്ങനെ അവർക്ക് ചെയ്യാമല്ലോ. അതായത് അവരുടെ പ്രശ്നങ്ങൾ ഏത് സമയം ഇങ്ങനെ പറയാണ്ട് അവരിപ്പോൾ കുറേയൊക്കെ പ്രശ്നങ്ങൾ അവരിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ അവർക്കിത് കിട്ടുന്നുണ്ടല്ലോ, പൈസ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ പറയാം അങ്ങനല്ല, ഒരു 5000 ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ 5000 എന്നുള്ളത് വേണമെങ്കിൽ അവർക്കൊരു 7000 10,000 ഒക്കെ ഇട്ട് മാറ്റാം. അപ്പോൾ ഒരു മാസം അവർക്കൊരു എന്താ പറയുക, ഒരു 4 ആൽബങ്ങളുടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ 40,000 റുപ്യ 10,000 വെച്ച് അങ്ങനെ 40,000 റുപ്യ കിട്ടില്ല. അപ്പോൾ ഈ നിങ്ങളുടെ ഡയറക്ടേഴ്സും കൂടി ഒന്ന് ആലോചിക്കുക. അവർക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അവർ വെച്ച് ഇത്രയും കാശുകൾ ഉണ്ടാക്കണില്ല, എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. 1 മില്യനൊക്കെ വളരെ സിമ്പിളായിട്ട് അടിക്കണത് ഷോർട്ട് ഫിലിമും ആൽബംസൊക്കെ. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഒരു 10,000 റുപ്യ അവർക്ക് വെച്ച് കൊടുത്താൽ എന്താ കുഴപ്പം? അവർക്കൊരു മാസം 10,000 40,000 50,000 റുപ്യ കിട്ടിക്കോട്ടെ, അവർ ജീവിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 10,000-20,000 റുപ്യ ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഇവിടെ ജീവിക്കാൻ ഭയങ്കര പാടാണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്തേപോലെ ചിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ. കൊച്ചുങ്ങളെ നോക്കിയിട്ടൊക്കെ. ഇപ്പോൾ കിച്ചുവിൻ്റെ കാര്യത്തിൽ വെച്ചാൽ അവനിപ്പോൾ യൂട്യൂബ് ചാനലിൽ അടിപൊളിയായിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അവനൊരു മാസം ഒരു 50,000 60,000 റുപ്യൊക്കെ ഒരു പക്ഷേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും യൂട്യൂബ് ചാനൽ വഴി. അതിനേക്കാൾ കൂടുതൽ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. അവന് സമൂഹത്തിന് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ സ്വന്തം കാലിൽ നിന്നുണ്ടല്ലോ ലെവലിൽ. അപ്പോൾ ഇവർ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ ഇത് പറയുന്നത്, ആ വീട് വിട്ടിറങ്ങിയ ആളുകളുടെ ഈ കെറുവിപ്പ് മാറുന്നുണ്ടായിരിക്കും. കെറുവിപ്പ് എന്താ വാക്കില്ലേ. പിന്നെ അവർ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ടോ, അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ പാവണം. പിന്നെ എനിക്ക് വേറൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നതേ, ഇവർക്ക് യൂട്യൂബ് ചാനലില്ലേ രേണുസുതിയുടെ യൂട്യൂബ് ചാനൽ ആക്റ്റീവായി അടിപൊളിയായിരിക്കും തോന്നുന്നു. അതായത് അവർ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ ചെയ്യണോ, മീഡിയയിൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഓരോ ഫോണും കൈ പിടിച്ചുകൊണ്ട് കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഷോർട്സും ഇതൊക്കെ എടുക്കാവുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടൊക്കെ, അതൊക്കെ നടക്കട്ടെ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇവരെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പബ്ലിക്കായിട്ട് മറ്റുള്ള ചാനൽസിന് വേണ്ടി കൊടുക്കണം എന്നില്ലല്ലോ. ഇവരെ യൂട്യൂബ് ചാനലിലൂടെയും ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കിച്ചൊക്കെ ചെയ്തതല്ലേ, കിച്ചു അവന് എല്ലാ ചാനലുകളിലും അവൻ ഇങ്ങനെ കൊടുക്കുക അങ്ങനെ ലെവലും ചെയ്യില്ല. അവൻ പറയുന്നത് യൂട്യൂബ് ചാനലിൽ ചിലതൊക്കെ സീക്രട്ടാക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും അവൻ കയറി പ്രതികരിക്കണില്ല. വെച്ചിട്ടുണ്ടാവും രേണുസുതിയുടെ അവസ്ഥ എല്ലാത്തിനും കയറി പ്രതികരിക്കുക. അതുകൊണ്ടാണ് ഈ വിവാഹത്തിലാവണം തോന്നുന്നത്. അപ്പോൾ ഒളിക്ക് അവളുടെ യൂട്യൂബ് ചാനലിലൂടെ കുറേ കാര്യങ്ങൾ പറയാം. അപ്പോൾ ആൾക്കാർ കുറേ കാര്യങ്ങൾ വെയിറ്റിങ്ങും ആയിരിക്കും, എന്തോ പറയാണ്ട് രേണുസുതിക്ക് എന്നൊക്കെ. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ ആക്റ്റീവായി അടിപൊളിയായി തോന്നുന്നു. ഇപ്പോൾ ഡെയിലി വ്ളോഗ് എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോന്നോ രീതിയിൽ എന്തെങ്കിലും ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ അത് കാണാണ്ടിരിക്കൊന്നുമില്ല. കുറ്റം പറയാനെങ്കിലും ആൾക്കാർ കാണുമല്ലേ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് രേണുസുതി ഒരു മോട്ടിവേഷനാണ്. അതായത് ഇങ്ങനെ ഒരു വീട് ഇട്ടിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങേണ്ടി വരുന്ന അമ്മയുടെ അവസ്ഥ. കൊച്ചിനെ നോക്കണം എന്തൊക്കെ പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കാണെങ്കിൽ വിഷയമൊന്നുമില്ലായിരുന്നു അല്ലേ, വലിയ പ്രശ്നമില്ലായിരുന്നു. കൊച്ചിനെ കൂടി നോക്കണം. അപ്പോൾ വൈകാരികമായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരിക്കും അല്ലേ. ഒരു അസുഖമൊക്കെ വന്നുള്ളൊരവസ്ഥ ആലോചിച്ചൊക്കെ കൊച്ചിനായിട്ട് നോക്കും, എങ്ങനെ നോക്കും, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ വിഷയങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ജീവിതം ഉണ്ടാവില്ലേ. പിന്നെ കൊല്ലസുധര അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രേണുസുതി നോക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതായത് മകൻ മരിച്ചു, മരുമകളും കുട്ടിയാണ് അവിടെ ഉള്ളത്.
അപ്പോൾ അതുപോലെ അവർക്ക് അവരുടെ വേറെ കുറേ ഉത്തരവാദിത്തങ്ങൾ. കിച്ചുവിൻ്റെ കൂടെ ഇപ്പോൾ താമസം മാറില്ല അച്ഛമ്മ. അപ്പോൾ അവിടെ അവരുടെ മക്കൾ വേറെ മക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അവിടെയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. എന്തായാലും രേണുസുതി എനിക്ക് തോന്നുന്നത് ഇനി രേണുസുതിയുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണത് രേണുസുതിയും ഋതപ്പനും മാത്രമാണ് തോന്നുന്നത്. നിങ്ങൾ ആ സീനാലിച്ചോക്കെ എനിക്ക് അങ്ങനെ തോന്നണത് കേട്ടോ ആലോചിക്കുമ്പോൾ. നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. രേണുസുതിയുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് ആ വീട് പൂട്ടി ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടാവാൻ പോണത് രേണുസുതിയും ഋതപ്പനും മാത്രമാണ്. അപ്പോൾ ആ കൊച്ചിനെ എങ്ങനെ നോക്കും? അപ്പോൾ ചേച്ചീനെയും ചേച്ചിയുടെ കുട്ടികളും ചേച്ചിയുടെ ഭർത്താവും അവരൊക്കെയുള്ള ഒരുമിച്ചുള്ള അവരെല്ലാവരും ഒരുമിച്ച് ആയിരിക്കും താമസിക്കുന്നുണ്ടായിരിക്കുക. ഋതപ്പനെ എങ്ങനെ നോക്കും? എൻ്റെ കൺസേൺ ഇതാണ്. വീട് പൂട്ടി പുറത്തിറങ്ങുമ്പോൾ ഋതപ്പൻ എങ്ങനെ നോക്കും? രേണുസുതി ജോലിക്ക് പോകില്ലേ, അപ്പോൾ ഋതപ്പൻ ആര് നോക്കും? ഋതപ്പനെ താങ്ങി പിടിച്ചാണ് പോകേണ്ടായിരിക്കാം. അറിയില്ല ഗൈസിൻ്റെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ $100 ഒരു 10, 18, 19 ഡോളറും കൂടി ആയിട്ടുണ്ടെങ്കിൽ $100 ആവും. കാച്ചിന് ഭയങ്കരമായിട്ട് ഞെരിക്കുകയാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് മീ, എനിക്ക് ക്രാഫ്റ്റ് സ്റ്റോറിൽ ഉണ്ട്, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ സംഗതികളൊക്കെ ഓർഡർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിലെൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട സംഗതികളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് സംഗതികളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ട്. എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതേപോലെ എനിക്ക് നാടകങ്ങൾ, സിനിമ, എഴുത്ത്, പുസ്തകങ്ങൾ എഴുതുക, കഥകൾ എഴുതുക, കവിത എഴുതുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാം, ഇൻ്റർവ്യൂ ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങളെ. അപ്പോൾ എനിക്ക് കരിയറിൽ മൊത്തം ഒരു ചേഞ്ച് വരുത്താൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കോഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കരിയറിലൊക്കെ ഒരു മാറ്റം വരുത്തണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ പറയുക, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. ഗ്രാമറുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 10-15 വർഷത്തോളം ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ എടുത്ത മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. മറ്റേ പറഞ്ഞില്ലേ, കണ്ടൊരു ലുക്കില്ലാതുള്ളത് വെറുതെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കലാപരിപാടികൾ. അപ്പോൾ ഇപ്പോൾ പെട്ട് കിടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. നമ്മൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാവും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ദൈവമേ സ്റ്റെക്കായത്. അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് കൂടിയാണ് രേണുസുധീനെ എന്നല്ല, അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പല ആളും നമുക്കറിയാലോ. നിങ്ങൾ ഒരു മോട്ടിവേഷൻ ഞാൻ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചു നോക്കി, എത്ര ആൾക്കാർ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലുള്ള ആളുകൾ എന്തത് നമ്മളതാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. എന്ന് ചോദിച്ചാൽ അവർ എല്ലാ തോന്നിയാസിനും കൂടെ നിൽക്കാന്നല്ല പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ടെങ്കിൽ, ട്രോമ അനുഭവിക്കുന്ന, ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന രീതി, ഇടപഴകുന്ന രീതിയൊക്കെ ലൈഫിൽ കുറച്ച് കാശുള്ള, സമാധാനമുള്ള, മറ്റുള്ളവർ നല്ലതായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഉള്ള ആളുകൾ പെരുമാറുന്ന, ഇടപെടുന്ന രീതിയിലായിരിക്കണം എന്നില്ല. ഇപ്പോൾ രേണുസുധീർ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ആ ഒരു ചരിത്രം, ആ ഒരു ഹാങ് ഓവറിലായിരിക്കും ഇടപഴകുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടായിരിക്കാം അവരൊരു ശൈലിയിലുമൊക്കെ. ഈ ട്രോമ അനുഭവിച്ച ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ദുരിതാവസ്ഥയിലൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ വാക്കുകൾ കിട്ടണമെന്നില്ല. ഇപ്പം ഞാനാണ് ചില സമയത്ത് നല്ല നെർവസായിട്ട് ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച വാക്കുകൾ വരില്ല. അപ്പോൾ അവർ ഇത്രയും സോഷ്യൽ മീഡിയ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അവർ വിചാരിച്ച പോലെ വരണമെന്നില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോർച്ച എന്നുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആളുകൾ സമ്മതിക്കണ്ട, എന്തപ്പോൾ ചെയ്യാം. ആ ചോർച്ചയാണെന്നുള്ള വാക്കാണല്ലോ ഇവിടെ വിഷയമായത്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾ ഇത്ര മനസ്സിലാക്കി മതിട്ടോ. നാളെ ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും സമൂഹം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ സമൂഹത്തിനൊരു ചട്ടക്കൂടാണ്. അത് കേരളത്തിലാണ് ഈ സദാചാര ഗുണ്ടായിസാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ പെരുമാറണം, വിധവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം. അതുപോലെ ചില ആളുകൾക്ക് ചില പ്രവൃത്തികൾ തീരെ പിടിക്കൂല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരാൾ ഇഷ്ടമല്ലെങ്കിൽ അയാളെ എങ്ങനെ ആക്രമിക്കുക എന്നുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ രേണുസുധി എൻ്റെ അമ്മായി ചേച്ചിയൊന്നുമല്ല. രേണുസുധീനിപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതെന്താ ഇങ്ങനെ അംഗീകരിക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിക്കൊന്നുമില്ല അല്ലേ. ഇപ്പോൾ രേണുസുധി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ശരിയല്ല തോന്നുകയാണെങ്കിൽ ശരിയല്ല പറയുക, അടിപൊളിയാന്ന് തോന്നുകയാണെങ്കിൽ അടിപൊളിയാണെന്ന് പറയാം. നമുക്കത് അംഗീകരിക്കാൻ പറ്റുക അംഗീകരിക്കുക പറയുക, അല്ലെങ്കിൽ വിടുക. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് മണ്ടക്കേറ്റി വയ്ക്കുമ്പോഴായിരിക്കും വിഷയം തോന്നണം. അല്ല ഗൈസ്, കറണ്ട് പോയി. അപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വേറെ വിഷയവുമായി നമുക്ക് പിന്നെ കാണാം ഗൈസ്.